ഉമ്മർ പകാലത്തിൽ അവസാന യാത്രയ്ക്ക് ഒരുങ്ങി കിടന്നവന്റെ ജന്മദിനം ഇന്നലെയായിരുന്നു. പ്രായം കേവലം 42 ഉള്ളൂ. ആ താടി കൂട്ടിക്കെട്ടി ചേതനയില്ലാത്ത മുഖത്തേക്ക് നോക്കി മുത്തേ നിന്റെ മുഖമൊക്കെ മാറിപ്പോയല്ലോടാ മോനെ എന്ന് വേദനിക്കുന്ന ഒരു പെറ്റവയറിന്റെ വേദന കണ്ടു നിൽക്കാവുന്നതാണോ? ലോകത്തിലെ ഏറ്റവും വലിയ വേദനയുടെ പേര് അമ്മയുടെ പുത്രദുഃഖമെന്നാണ്. ദീപകിന്റെ തലക്കൽ കൊളുത്തി വെച്ച് നിലവിളക്ക് പോലെ അച്ഛനും അമ്മയ്ക്കും കുടുംബത്തിനും ആ വീടിന്റെ ഒരേ ഒരു വെളിച്ചം താനേ അങ്ങ് കിട്ടുപോയതല്ല. റീച്ചിനും ഷെയറിനും വേണ്ടി അഹങ്കാരത്തിന്റെ പരിവുള്ള ഒരു സ്ത്രീ അടിച്ചു കെടുത്തിയതാണ്. ഒരു കുടുംബം നാനാവിധമാക്കിയതാണ്. അങ്ങേയറ്റം വേദന ഉണ്ടാക്കുന്ന ആത്മഹത്യയിലേക്ക് ചാടി വീണ് അവരുടെ രാഷ്ട്രീയവും മതവും ചികഞ്ഞ് 10 വോട്ടിനുള്ള സ്കോപ്പുണ്ടോ എന്ന് നോക്കുന്നവരുണ്ട്. ചെറുനക്കുന്ന ചെന്നായ്ക്കൾ അത്രക്കാരെ വിട്ടേക്ക്. ഇവിടെ പ്രശ്നം അതല്ല. അക്കാലം അത്രയും എല്ലാവരും നല്ലത് മാത്രം പറഞ്ഞൊരാൾ രാമന്തിയോളം കഷ്ടപ്പെട്ട് അധ്വാനിച്ച് കുടുംബത്തിന് വേണ്ടി ജീവിച്ചൊരുത്തനെ സോഷ്യൽ മീഡിയ കമ്പോളത്തിന് വേണ്ടി സൈബർ ആൾക്കൂട്ടക്കൊലയിൽ തൂക്കി വെച്ച് കഴിവേറ്റിയതാണ്. നവീൻ ബാബുവിന്റെ കാര്യത്തിൽ എപ്പോഴും പറഞ്ഞതുപോലെ മരിച്ചുപോയവർക്ക് വേണ്ടി ആഞ്ഞുവാദിക്കുന്ന ഉത്തരവാദിത്തം എന്ന ബോധ്യത്തിൽ മാത്രമല്ല, വീഡിയോ പലയാവർത്തികളുടെ ബോധ്യത്തിൽ പറയുന്നു. ആ യുവാവ് 110% നിരപരാധി. ഭാരമുള്ള ഒരു ഭാവി എത്തുമ്പോൾ അറിയാതെ പറ്റിയത് റീച്ചിന് പറ്റിയ ഒരു കോപ്പ് കിട്ടിയ ആനന്ദത്തിൽ ചിരിച്ചുകൊണ്ട് ലൈംഗികാതിക്രമം പകർത്തുന്ന ആരോട് പറയാനാണ്? ആദ്യമായിട്ട് വീഡിയോ എറിച്ചില്ല, പിന്നെ ആ സ്ലോ മോഷൻ പല ആംഗിൾ എഡിറ്റ് ചെയ്ത് സാരോപദേശം തള്ളിക്കേറ്റിയ വീഡിയോ ഇന്നലെ 27 ലക്ഷം പേര് കണ്ടെങ്കിൽ ഒരുത്തനെ പച്ചക്ക് വെട്ടി ഇറച്ചി കഷ്ണം വിൽപ്പനയ്ക്ക് വെച്ചതിന്റെ കൂലിയാണ്. കഷായം ഭീഷണിക്ക് പൂർത്തായി ജോലിക്ക് വേണ്ടി വാദിച്ചവർ ഇവിടെ